ഞങ്ങളിപ്പോൾ വീണ്ടും തിരിച്ച് ഇസ്താംബുൾ എയർപോർട്ട് എത്തിയിട്ടോ. നമുക്ക് ഇന്ന് തന്നെ ഡൊമസ്റ്റിക് ഫ്ലൈറ്റ് എടുത്തിട്ട് കപ്പഡോഷ്യ എന്ന് പറഞ്ഞ സ്ഥലത്താട്ടോ എത്തേണ്ടത്. പ്ലെയിനിലാകുമ്പോൾ ആകെ കൂടി 1 മണിക്കൂർ എടുക്കുള്ളൂ. കാറിനൊക്കെ പോവുകയാണെങ്കിൽ ഒരു 12 മണിക്കൂർ എടുക്കും കേട്ടോ. നമ്മുടെ ഡൊമസ്റ്റിക് ഫ്ലൈറ്റ് 7 മണിക്കാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞങ്ങൾ വെളുപ്പാങ്കാലം 5 മണിക്കേ റൂമിൽ നിന്ന് ഇറങ്ങി. പിന്നെ എയർപോർട്ടിലേക്ക് എപ്പോഴും ഹവേസ്റ്റ് എന്ന് പറഞ്ഞൊരു ബസ് അവൈലബിൾ ആണ് കേട്ടോ. ഓൾമോസ്റ്റ് എല്ലാ 1 അവറിൽ അത് ഓടും. അപ്പോൾ നമ്മൾ ടാക്സിക്ക് പകരം ഹവേസ്റ്റ് ബസ്സാട്ടോ എടുത്തത്. ടാക്സി വെച്ച് കമ്പയർ ചെയ്യുവാണെങ്കിൽ ഹവേസ്റ്റ് ബസ്സാണ് ഏറ്റവും എളുപ്പവും ലാഭവും. അപ്പോൾ നിങ്ങൾ റൂമൊക്കെ ബുക്ക് ചെയ്യുമ്പോൾ ഹവേസ്റ്റ് ബസ് അവിടെ അവൈലബിൾ ആണോ എന്നും കൂടി നോക്കിയിട്ട് ബുക്ക് ചെയ്യണേ. പിന്നെ നമ്മളിപ്പോൾ നെവസഹീറിലോട്ടാട്ടോ പോകുന്നത്. അവിടെ നിന്ന് 1 മണിക്കൂറിലോട്ടുണ്ട് കപ്പഡോഷ്യ. ഇപ്പോൾ നമ്മളുള്ളത് ഇസ്താൻബുളിലെ മെയിൻ എയർപോർട്ടിലാണ്, IST. ഇവിടെ വൻ സെക്യൂരിറ്റി ചെക്കൊക്കെ ഉണ്ടായിരുന്നേ. അങ്ങനെ നമ്മൾ ഫൈനലി നെവസഹീറിലോട്ട് എത്തി. കപ്പഡോഷ്യയിൽ എത്താനായിട്ട് 2 എയർപോർട്ടാട്ടോ ഉള്ളത്. ഒന്ന് നെവ്സഹീറും ഒന്ന് കേസരി. ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. പിന്നെ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇത് ഭയങ്കര റൂറൽ ഏരിയ ആട്ടോ. ഇവിടെ ബസ് പോലും ഇല്ല. അപ്പോൾ ഒന്നെങ്കിൽ നിങ്ങൾക്ക് ടാക്സി ഡിപ്പെൻഡ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു കാർ റെൻ്റിൽ ബുക്ക് ചെയ്യാം. ഞാൻ പറയുവാണെങ്കിൽ കാർ റെൻ്റിൽ ബുക്ക് ചെയ്യണതായിരിക്കും ഏറ്റവും നല്ലത്. ഞങ്ങളൊരു കാർ കമ്പനി ബുക്ക് ചെയ്തു. ആ ഡ്രൈവറെ നമ്മളിപ്പോൾ പിക്ക് ചെയ്തുകൊണ്ട് പോവുക കാറും നമുക്ക് റെൻ്റിൽ തരാൻ വേണ്ടിയിട്ട്. പിന്നെ വേറൊരു പ്രശ്നം എന്ന് വെച്ചാൽ ആ എയർപോർട്ടിൽ വൈഫൈയോ ഒന്നുമില്ല. അപ്പോൾ പിന്നെ നമുക്ക് കിട്ടുന്ന ടാക്സിയിലും അല്ലെങ്കിൽ ഷട്ടിൽ ബസ്സിലും വേണം കയറി വരാൻ. അത് കുറച്ചും കൂടി എക്സ്പെൻസീവ് ആണ്, കാരണം അത് പബ്ലിക് ബസ്സല്ല, ഷെയർഡ് ഷട്ടിൽ ബസ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇന്നത്തെ പരിപാടി തുടങ്ങണ മുന്നേ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ലവേഴ്സ്. എല്ലാവർക്കും സുഖമാണെന്നും ഞാൻ വിശ്വസിക്കുന്നു. സോ ഞാൻ പറഞ്ഞതുപോലെ നെവസഹീറിന്ന് കപ്പഡോഷ്യ, അതായത് ജെറോം എന്നാണ് മെയിൻ സ്ഥലം. അവിടേക്ക് 1 മണിക്കൂർ യാത്രയുണ്ട്. ഇതാട്ടോ ഞങ്ങളുടെ റൂമിലൊന്ന് എത്തി 1 മണിക്കൂർ ഒന്ന് ഇച്ചിരി വിശ്രമിച്ചു. അപ്പോഴേക്കും ഞങ്ങൾക്ക് വേഗം പുറത്തു പോകാമെന്നുള്ള മട്ടിലായിരുന്നു കേട്ടോ. കാരണം ഇതൊക്കെ കണ്ടില്ലേ, ഈ ചിമ്മനീസൊക്കെ കണ്ട് ഞങ്ങൾ വന്നപ്പോൾ ഞങ്ങൾക്ക് റൂമിൽ അധികം നേരം നിൽക്കാനേ തോന്നിയില്ല. ഞങ്ങൾ രണ്ടുപേരും ഈ ഒരു ട്രിപ്പിന് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ. കാരണം ഇത് ഞങ്ങളുടെ ഒരു ഡ്രീം വെക്കേഷൻ ആയിരുന്നു. പിന്നെ ഏതൊരു രാജ്യത്ത് വണ്ടി ഓടിക്കുക എന്നുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ എൽദോനത് ഭയങ്കര ഇഷ്ടമാണ്. എൽദോന അത് കഴിഞ്ഞിട്ട് മതി വേറെ എന്തും. ഇതാട്ടോ മെയിൻ ടൗണ്. ഇത് നമ്മൾ ജെറോം എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഇസ്താൻബുളിൽ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോഴേക്കും കുറച്ചും കൂടി ഒന്ന് തണുത്ത കാറ്റും, ഒക്ടോബർ മാസം ആയതുകൊണ്ട് കുറച്ചും കൂടി ഒന്ന് തണുപ്പ് ഫീൽ ചെയ്യാൻ തുടങ്ങിയേ. പിന്നെ എപ്പോഴും ടാക്സി കിട്ടണമെന്നില്ല, ഇവന്തോ ഇതൊരു ടൂറിസ്റ്റ് ഏരിയ ആണെങ്കിലും. കാരണം ഇവിടെ ഭയങ്കര പബ്ലിക് മീൻസ് ഒട്ടുമില്ല, എല്ലാം ഷെയർഡ് മാത്രമേ ഉള്ളൂ. അപ്പോൾ പിന്നെ നിങ്ങൾ കാർ റെൻറ്റിൽ എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്, ഞാൻ സജസ്റ്റ് ചെയ്യുവാണെങ്കിൽ. അതാകുമ്പോൾ നിങ്ങളുടെ ടൈമിന് തന്നെ എല്ലാം ചെയ്യാൻ പറ്റും. പിന്നെ ഇത് ഭയങ്കര ഒരു ഗ്രാമം ഒരു ഏരിയ ആയതുകൊണ്ട് നിങ്ങൾക്ക് നെറ്റും റേഞ്ചും കിട്ടാൻ ഭയങ്കര പാടായിരിക്കും. അതുകൊണ്ട് ടാക്സി വിളിക്കാൻ ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല, ടാക്സി റേഞ്ച് ഉണ്ടാവില്ല. സോ എവിടെയെങ്കിലും ഒന്ന് പെട്ടുപോയാൽ ഇച്ചിരി റിസ്ക് ആണ്. കാരണം ഇവിടെ ഭയങ്കര ഒരു ഐസൊലേറ്റഡ് ഏരിയ ആണ് കേട്ടോ. പിന്നെ മെയിനായിട്ട് എന്തുണ്ടെങ്കിലും 2-3 ടൗൺ ഉണ്ട്. പക്ഷേ ആ ടൗണിലോട്ട് എത്താനും കുറച്ച് ദൂരമുണ്ട് കേട്ടോ. സുഖിച്ചിരിക്കണുണ്ടില്ലേ ഞാൻ. കാരണം എനിക്ക് വെക്കേഷൻ ആകുമ്പോൾ എനിക്ക് വണ്ടി ഓടിക്കാനേ ഇൻട്രസ്റ്റ് ഇല്ല. ഞാൻ ചുമ്മാ ഇരുന്ന് ആസ്വദിക്കും എല്ലാ കാഴ്ചകളും. പിന്നെ എൽദോയിൽ എനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ടാവും നന്നായി വണ്ടി ഓടിക്കുന്നത്. ഇതാട്ടോ നമ്മുടെ ജെറോം ടൗണ്. ഈ വ്യൂ ഇറ്റ്സ് സോ ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞാൽ സത്യമായിട്ടും നമുക്ക് വാക്കുകളിൽ പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഇറ്റ്സ് സോ ബ്യൂട്ടിഫുൾ. നമുക്ക് ഇതെങ്ങനെ ഫോം ചെയ്തത്, ചിമ്മനി സ്റ്റൈല്, സോ ബ്യൂട്ടിഫുൾ. കപ്പഡോഷ്യയിൽ ഇങ്ങനെ ഓരോ ഡിഫറെൻ്റ് ഇങ്ങനെ വാലികളുണ്ട്, ഓരോ ഡിഫറെൻറ്റ് സ്റ്റൈൽ ഓഫ് പില്ലർ. കാണാൻ നല്ല ഭംഗിയാട്ടോ ഇതെല്ലാം. ഫോർ ദ മന്ത് ഓഫ് ഒക്ടോബർ ഇവിടെ നല്ല ഇറ്റ്സ് റിയലി കോൾഡ് ആൻഡ് ചില്ലി. ബട്ട് ഞങ്ങൾ കാനഡയിൽ ഞാൻ ഒരു 10 വർഷമായിട്ട് ഇപ്പോൾ ഓൾമോസ്റ്റ് ലൈക്ക് 10 years, 8 ഇപ്പോൾ ഈ വർഷം 8 year ആവും. അപ്പോൾ കാനഡയുടെ ക്ലൈമറ്റിലോട്ട് അഡ്ജസ്റ്റ് ചെയ്തോണ്ടാകും. ഭയങ്കര ഒരു ബാഡ് വെതറാണ് ക്ലൈമറ്റിൽ, എക്സ്ട്രീം വെതർ കണ്ടീഷനാണ്. അപ്പോൾ ഏത് നേരം സ്നോ, അങ്ങനെ ഞങ്ങൾക്ക് ആകെ സമ്മർ 2-3 മാസം ഉള്ളതുകൊണ്ട് ഏത് നേരം തണുപ്പായതുകൊണ്ട് ഇവിടുത്തെ തണുപ്പ് ഞങ്ങൾക്ക് അധികം ഒരു തണുപ്പായിട്ട് തോന്നിയിട്ടില്ല. അപ്പോൾ ഞങ്ങളിവിടെ മിക്കവരും ജാക്കറ്റും ഇതൊക്കെ ഹുഡിയൊക്കെ ഇടുമ്പോൾ ഞങ്ങൾക്ക് ചൂടെടുക്കാറുണ്ട് സത്യം പറഞ്ഞാൽ. ഇപ്പോൾ ഞാൻ ഇട്ടിരിക്കുന്ന ഡ്രസ്സാണെങ്കിൽ ഡ്രസ്സാണ്, പക്ഷെ ബാക്കി എല്ലാവരും ലൈക്ക് വൂളൻ തെർമൽസും അങ്ങനത്തെ ഒക്കെയാണ് ഇട്ടിരിക്കുന്നത്. ബട്ട് നാട്ടിൽ നിന്നൊക്കെ വരുവാണെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു ഒക്ടോബർ മന്തിലോട്ട് കുറച്ചും കൂടി ഒരു വിൻ്റർ ക്ലോത്ത്സ് പാക്ക് ചെയ്യുന്നതായിരിക്കും നല്ലത്.
ഞങ്ങൾ ഓരോ വാലിയിലും ഓരോ സ്റ്റോപ്പ് അങ്ങോട്ട് എടുത്തിട്ട് ഞങ്ങളെല്ലാം ഇങ്ങനെ ആസ്വദിക്കുകയായിരുന്നു. കാരണം ഇതെല്ലാം എങ്ങനെയാണ് ഫോർം ചെയ്തതെന്ന് നോക്കുമ്പോൾ തന്നെ ഒരു ഭയങ്കര ഒരു അത്ഭുതം തന്നെയാട്ടോ. ഇത് പറയപ്പെടുന്നത് പണ്ട് വോൾക്കാനിക് ഇറപ്ഷനിൽ ഇങ്ങനെയൊക്കെ പർവ്വതം പോലെ ഒരു ഷേപ്പ് വന്നു. അത് കഴിഞ്ഞിട്ട് ഓരോ ഇങ്ങനെ കാലം തോറും അതിങ്ങനെ ഇറപ്റ്റായി അങ്ങനെ ഓരോ ഷേപ്പ് ഫോർം ചെയ്യുന്നു. പക്ഷെ ഇത് കാണാൻ തന്നെ ഭയങ്കര ആൾക്കാരാണ് ഇവിടെ. ടൂറിസ്റ്റ് ഏരിയ എന്ന് പറഞ്ഞാൽ അത്രയും ടൂറിസ്റ്റാണ് ഇവിടെ. ഇത്രയും ടൂറിസ്റ്റ് ഏരിയ ആയിട്ട് വരെ എന്തുകൊണ്ട് ആ കപ്പഡോഷ്യ എയർപോർട്ട് ഭയങ്കര ചെറുതുമാണ്. നമുക്ക് അവിടെ ഇരിക്കാൻ പോലും സ്ഥലമില്ല, അങ്ങനെയാണ്, വെള്ളം പോലും ഇല്ല. എന്തുകൊണ്ട് അവരത് മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ല എന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ല കേട്ടോ. ഓരോ വാലി ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ഇപ്പോൾ ഈ കാണുന്നതാട്ടോ റെഡ് വാലി. കുറച്ച് ദൂരത്തോട്ട് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ആ സ്റ്റോണിൻ്റെ കളറ് റെഡായിട്ട് കാണാൻ പറ്റും. പിന്നെ റോസ് വാലി ഉണ്ട്, ലവ് വാലി ഉണ്ട്, അങ്ങനെ കുറേ മോങ്ക് വാലി, ഇഷ്ടം പോലെ വാലീസ് ഉണ്ട്. ഇമാജിനറി വാലി എല്ലാം ഞാൻ കാണിച്ചു തരാം കേട്ടോ. നമ്മൾ ആദ്യം ടൗണിൽ വന്നില്ലേ, ഗൊറോമെ, ആ ടൗൺ ആട്ടോ ഇത്. അതിലൊരു ചെറിയൊരു ബസാറുണ്ട്. നമ്മൾ അവിടെ ഗ്രാൻഡ് ബസാർ ഇസ്താൻബുളിൽ കണ്ട പോലെ ഇവിടെ ഒരു കുട്ടി ബസാറ്. പക്ഷേ ഇവിടെ പ്രത്യേകിച്ച് ഒന്നുമില്ല, ജസ്റ്റ് ഇങ്ങനെ ഓർണമെൻറ്റ്സ്, ഷോള്, അങ്ങനത്തെ ഒക്കെ കുറച്ച് ഐറ്റംസേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ ഇതാകെ കൂടി ചെറിയൊരു ടൗൺ ആയതുകൊണ്ട് തന്നെ അത്രയും സ്റ്റോർസ് ഒന്നും അവൈലബിൾ അല്ല കേട്ടോ. റെസ്റ്റോറൻറ്റ്സ് അധികം നമുക്ക് ഓപ്ഷൻസ് ഇല്ല. ഈവൻ ബേക്കറീസ് ഐറ്റംസിന് അധികം ഓപ്ഷൻസ് ഇല്ല. അപ്പോൾ നമുക്ക് അധികം വെറൈറ്റീസ് ഒന്നും നമുക്ക് ഇവിടെ ചൂസ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. എന്തൊക്കെ പറഞ്ഞാലും ഒരു ഐസ്ക്രീം ആവാലേ ഈ ഒരു തണുത്തവസ്ഥയിലും എന്നൊരു മട്ടിലാണ് ഞങ്ങളൊരു ടർക്കിഷ് ടീയും ഐസ്ക്രീം കഴിച്ചു. ഈ ഐസ്ക്രീം ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ. ഇത് നമുക്ക് എത്ര വേണമെങ്കിലും നമുക്ക് സ്ട്രെച്ച് ചെയ്യാം. ദൊദുർമ എന്നാണ് ഈ ഐസ്ക്രീമിന് പറയണേ. ഇത് ടർക്കിഷ് ഐസ്ക്രീം ആട്ടോ. ഐസ്ക്രീമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഇത്ര കാലറി കൂട്ടിയതല്ലേ, എന്നാൽ പിന്നെ ഒന്ന് ഇച്ചിരി ഒരു ഹൈക്ക് ചെയ്തേക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ രണ്ടുപേരും റോട്ടിൽ കൂടെ നടന്നു. നമ്മളിങ്ങനെ റോട്ടിൽ കൂടെ നടക്കുമ്പോൾ തന്നെ ഇങ്ങനത്തെ പില്ലേഴ്സൊക്കെ കാണാം കേട്ടോ. ഇതിന് ശരിക്കും ചിമ്മനി എന്നാണ് പറയുന്നത്. ചില ചിമ്മനിയിലൊക്കെ ചെറിയൊരു കിളിവാതിലൊക്കെ പോലെ കണ്ടില്ലേ, ഡോറും വിൻഡോ ഒക്കെ ഉള്ളത്. അതിൻ്റെ പുറകിലൊരു കഥയുണ്ട് കേട്ടോ. കാരണം പണ്ട് ഇവിടുത്തെ ഏൻഷ്യൻ്റ് ആൾക്കാർ ഇതിലൊരു വീട് പോലെയാണ് അവരത് കരുതിയിരുന്നത്. അതിൽ അവർ വീടുണ്ടാക്കി, ഡോറ് തുറന്നു, വിൻഡോ ഉണ്ടാക്കി, എന്നിട്ട് അവരതിൽ താമസിക്കുകയായിരുന്നു. അവരതിൽ ഭക്ഷണമൊക്കെ കഴിച്ച് ഉറങ്ങും, അങ്ങനെ എല്ലാ കാര്യങ്ങളും അവരത് വീട് പോലെയാണ് അവരത് ഉപയോഗിച്ചത്. ഇപ്പോൾ ചില ചിമ്മനീസൊക്കെ അവരത് കേവ് ഹോട്ടലാക്കി മാറ്റി. കാരണം അവർക്ക് അതൊരു ടൂറിസ്റ്റ് അട്രാക്ഷനാണല്ലോ. അപ്പോൾ നമ്മൾ ഗസ്റ്റായ നമുക്ക് ഈ ഹോട്ടലിൻ്റെ ഉള്ളിൽ നിൽക്കുമ്പോൾ ഒരു പ്രത്യേകതയാണല്ലോ. അപ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളിൽ പോയി നിൽക്കാൻ നോക്കും. ആ ഹോട്ടലിന് പറയുന്നതാണ് കേവ് ഹോട്ടൽ. ഈ ഹെൽമെറ്റൊക്കെ വെച്ചിട്ട് എങ്ങോട്ട് പോകാമെന്നല്ലേ ഈ എൽദോ. ഞങ്ങൾ ATV റൈഡ് ബുക്ക് ചെയ്തിരുന്നേ. അപ്പോൾ ATV റൈഡ് എടുത്തിട്ട് ഓഫ് റൈഡിങ്ങിന് പോകാനാണ്. $70 ആയിരുന്നു. അത് ക്യാഡിലാട്ടോ ഈ ഞാൻ പറയണേ. എൽദോന് ഭയങ്കര ഇഷ്ടം ഇങ്ങനെ ATV റൈഡ്, അഡ്വഞ്ചറസ് ഒക്കെ ചെയ്യാനായിട്ട്. ബട്ട് ഇത് അവൻ്റെ ആദ്യത്തെ ATV റൈഡായിരുന്നു. ഇത് മോഡിഫൈഡ് വണ്ടി ആയതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. കാരണം ഇച്ചിരി നീങ്ങുമ്പോൾ ഞാൻ പുറകെ ഇരിക്കണതുകൊണ്ട് ഞാൻ ചാടിപ്പോവോ എന്ന് എനിക്ക് നല്ല പേടിയായിരുന്നു. ഇത് ആദ്യം തന്നെ എൽദോ അവരോട് ചോദിച്ചത് നമുക്ക് എത്ര സ്പീഡിൽ പോകാൻ പറ്റും, എല്ലാവരും വെട്ടിച്ച് പോകാൻ പറ്റുമോ എന്നായിരുന്നു കേട്ടോ എൽദോൻ്റെ ചോദ്യം. പക്ഷേ ATV ഓടിച്ചങ്ങ് പോയപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ഇതങ്ങടെ കയ്യിൽ നിൽക്കില്ല, കുറച്ചും കൂടി പ്രാക്ടീസൊക്കെ വേണമെന്ന്. ബാക്കി എല്ലാവർക്കും പ്രാക്ടീസ് ഉള്ളതുകൊണ്ട് അവർ സുഖമായിട്ട് ഓടിച്ചു പോയി. പക്ഷേ ഞങ്ങൾ ഭയങ്കര പതുക്കെ പോയിക്കൊണ്ടിരുന്നത്. കാരണം ഇത് ഭയങ്കര നമ്മുടെ ഇന്ന് ഗ്രിപ്പ് പോയാൽ പിന്നെ ഞങ്ങൾ രണ്ടൊരു റോട്ടിലുണ്ടാവും, ഭയങ്കര ആക്സിഡൻറ്റ്സ് ഉണ്ടാവും, ഭയങ്കര ചാൻസ് ഉള്ള ഒരു വണ്ടിയാട്ടോ ഇത്. ഇവൻ ദോ നമ്മൾ 4 വീൽസ് ഉണ്ടെങ്കിലും ഇത് ഭയങ്കര ഓഫ് ബാലൻസിങ് ആവും. ഇങ്ങനത്തെ ATV റൈഡ് നിങ്ങൾ ദുബായിലും ഇഷ്ടം പോലെ സ്ഥലത്തൊക്കെ കണ്ടിരിക്കാം. എനിക്ക് തോന്നുന്നു മൂന്നാറിലും ഇപ്പോൾ ഉണ്ടെന്ന് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. എൻ്റെ ഫ്രണ്ട്സൊക്കെ ചെയ്യണം ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ എന്തൊക്കെയാണെങ്കിലും ഫസ്റ്റ് എക്സ്പീരിയൻസ് അല്ലേ. പിന്നെ നിങ്ങളൊക്കെ എവിടെയെങ്കിലും വെക്കേഷൻ പോകാമെന്നുണ്ടെങ്കിൽ എപ്പോഴും നല്ലൊരു റണ്ണിങ് ഷൂസ് കരുതണം. കാരണം നമുക്ക് ഒത്തിരി നടക്കാനുണ്ടാവും, നമുക്ക് ഒത്തിരി എക്സ്പ്ലോർ ചെയ്യാനുണ്ടാവും. അല്ല നിങ്ങൾക്ക് ജസ്റ്റ് റിലാക്സ് ആണ് ഓപ്ഷനെങ്കിൽ അത് നിങ്ങളുടെ ഇഷ്ടം. ഞങ്ങൾ എവിടെയെങ്കിലും വെക്കേഷൻ പോവുകയാണെങ്കിൽ ഞങ്ങൾക്ക് അവിടെ മാക്സിമം എന്തൊക്കെ കാണാൻ പറ്റും അതൊക്കെ ഞങ്ങൾക്ക് കണ്ടു തീർക്കണം. ഇതിൻ്റെ പേര് കിലിഷ്ലർ വാലി ആട്ടോ. ഞാൻ പറഞ്ഞതുപോലെ ഡിഫറെൻറ്റ് വാലീസ് ഉണ്ട് ഇവിടെ. ഇത് ഫുൾ ഓഫ് നാച്ചുറൽ ആൻഡ് ഹിസ്റ്റോറിക്കൽ ബ്യൂട്ടീസ് ആട്ടോ ഇത് കാണുന്നത്. ഇവിടെ മെയിനായിട്ട് വാരിയേഴ്സ് അവരുടെ സ്വോർഡും അവരുടെ ആയുധങ്ങളൊക്കെ എങ്ങനെ ഒളിപ്പിച്ചിരുന്നു അതൊക്കെ സ്ഥലങ്ങളാണ് ഈ കാണുന്നത്. ഇത് കാണുന്നത് റോസ് വാലി ആട്ടോ. ഇത് വൺ ഓഫ് ദ മോസ്റ്റ് ഫേമസ് വാലിയാണ് കപ്പഡോഷ്യയിൽ. സമ്മർ ടൈമിൽ നമുക്ക് കുറച്ചും കൂടി പച്ചപ്പ് കൂടുതലായിട്ടും കാണാൻ പറ്റും. അപ്പോൾ കുറച്ചും കൂടി ബ്യൂട്ടിഫുൾ ആണ്. ബട്ട് ഫോൾ സീസണും അമേസിങ് ആയിരുന്നു കേട്ടോ.
സൺസെറ്റിൽ നമ്മൾ റോസ് വാലി കാണുമ്പോൾ കുറച്ചും കൂടി ആ റോസ് കളർ അങ്ങ് എടുത്ത് കാണിക്കും. അത് കാണാൻ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണേ. ഹൈക്കിംഗ് ഒക്കെ ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ നമുക്ക് അതിൻ്റെ അടുത്തേക്കൂടെ ഒക്കെ പോവാട്ടോ. നമുക്ക് ഹൈക്കിങ്ങിന് എല്ലാ ഓപ്ഷൻസും ഇവിടെ ഉണ്ട് കേട്ടോ. ഇതേ കണ്ടില്ലേ, ഞാൻ പറഞ്ഞില്ലേ സണ്ണ് കുറച്ചും കൂടി ഒന്ന് ഈവനിങ് ടൈം ആയി വരുമ്പോൾ ആ വാലിയുടെ കളർ അങ്ങ് കുറച്ചും കൂടി ഒന്ന് എടുത്ത് കാണിക്കാൻ തുടങ്ങും. അങ്ങനെ നമ്മൾ വീണ്ടും നമ്മുടെ ATV റൈഡ് തുടങ്ങും കേട്ടോ. നമുക്കിനി ഇവിടെ നിന്ന് അടുത്ത വാലിയിലോട്ട് പോകാനുണ്ട്. കപ്പഡോഷ്യയിൽ മെയിനായിട്ട് ATV റൈഡ്, ഹോഴ്സ് റൈഡ്, ബലൂൺ റൈഡ്, അങ്ങനെ എല്ലാ ടൈപ്പ് ഓഫ് ഫൺ ആക്ടിവിറ്റീസ് ആട്ടോ. ഇവിടെ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇഷ്ടം പോലെ ആൾക്കാർ ATV എടുത്ത് പോകണത്. ഞാൻ ഭയങ്കര ഫൺ ആൻഡ് അഡ്വഞ്ചറസ് പേഴ്സൺ ആണെങ്കിലും എന്താണെന്ന് അറിഞ്ഞൂടാ, എനിക്ക് ATV റൈഡ് അത്രയ്ക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് ഭയങ്കര ഒരു അൺസേഫ് പോലെ തോന്നി. എനിക്ക് എൽദോനോട് പലവട്ടം ചോദിച്ചു കേട്ടോ, നീ ഓടിക്കുന്നുണ്ടോ എന്നൊക്കെ. പക്ഷേ എനിക്ക് ഓടിക്കാൻ പോയിട്ട് ഇരിക്കാൻ വരെ അതിനകത്ത് ഭയങ്കര പേടിയായിരുന്നു കേട്ടോ. എന്താണെന്നറിയില്ല, ചിലപ്പോൾ ഇത് മോഡിഫൈഡ് ചെയ്തതുകൊണ്ടായിരിക്കണം എനിക്ക് അത്രയൊരു ബാലൻസ്ഡ് ആയിട്ട് എനിക്ക് തോന്നിയില്ല. നമ്മൾ 4 വീലേഴ്സ് ഉണ്ടെങ്കിൽ ഒരു കാറിൻ്റെ ഒരു ബാലൻസിങ് കിട്ടിയില്ല എനിക്ക് അതിനകത്ത് ഇരുന്നപ്പോൾ. ചിലപ്പോൾ ബൈക്കിൻ്റെ പ്രശ്നമായിരിക്കാം കേട്ടോ, ഞങ്ങൾക്കത് അറിഞ്ഞൂടാ. നല്ലൊരു ബൈക്കും ഒരു ഹൈ ലെവൽ ബൈക്കൊക്കെ ഉണ്ടെങ്കിൽ അത് പിന്നെയും നല്ല ഫീസിബിൾ ആയിരിക്കും ഓടിക്കാമെന്ന് തോന്നുന്നു. എനിക്ക് അറിഞ്ഞൂടാ. കാരണം ഇതിനകത്ത് ഓരോ കുഴിയും ഓരോ ഹമ്പ് എടുത്ത് ചാടുമ്പോഴും എനിക്ക് പേടിയാണ്. ഞാൻ തെറിച്ചു പോകുമെന്നായിരുന്നു ഞാനും ആലോചിച്ചുകൊണ്ടിരുന്നത്. ഫുൾ ടൈം ഞാൻ ചിരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. പുള്ളിനോട് നേരത്തെ എൽദോ ഫാസ്റ്റായിട്ട് മാക്സിമം സ്പീഡിൽ പോകാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ട് ഇപ്പോൾ പുള്ളി ഞങ്ങളോട് വേഗം ഒന്ന് പോവാമോ എന്നായിരുന്നു ഞങ്ങളോട് ചോദിച്ചിരുന്നത്. ബട്ട് മാക്സിമം സ്പീഡിൽ എൽദോ പോകുന്നുണ്ട്. എനിക്ക് പക്ഷേ അത്രയും സ്പീഡ് എനിക്ക് താല്പര്യപ്പെട്ടില്ല. അതുകൊണ്ട് ഞാൻ മാക്സിമം സ്ലോ ആക്കാനായിരുന്നു പറഞ്ഞത്. നമ്മൾ നമ്മുടെ നെക്സ്റ്റ് സ്പോട്ടിലെത്തിയിട്ടോ. ഈ വാലിയുടെ പേരാണ് ലവ് വാലി. ലവ് വാലി എന്ന് കേൾക്കുമ്പോൾ തന്നെ അറിയാലോ, ഭയങ്കര റൊമാൻറ്റിക് ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയറാണ്. ഈ ഒരു വാലിയിൽ അത്യാവശ്യം ആൾക്കാരുണ്ടായിരുന്നു. കാരണം ഫുൾ നോക്കുകയാണെങ്കിൽ തന്നെ അവിടെ ചെറിയ ചെറിയ സ്റ്റോഴ്സും അങ്ങനെ കുറേ ഇങ്ങനെ ലവ് ടൈപ്പ് ഓഫ് അട്രാക്ഷൻസ്, അങ്ങനെ കുറേ സ്പോട്ട്സ് ഉണ്ടായിരുന്നു കേട്ടോ. ഇത് നേച്ചർ ലവേഴ്സിന് പറ്റിയൊരു സ്പോട്ടാണ്. കാരണം ഇതിൽ അടിയിൽ കൂടെ നമുക്ക് ഹൈക്കിംഗ് ഒക്കെ ചെയ്തിട്ട് നമുക്ക് റോക്കിൻ്റെ അടുത്തൊക്കെ പോവാം. ആൻഡ് നമ്മൾ നമ്മുടെ ഫൈനൽ സ്പോട്ടിലോട്ട് എത്തിയിരിക്കുന്നു. അതാണ് സൺസെറ്റ് വാലി. ഇതിപ്പോൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഹോൾ സൺസെറ്റ് സ്പോട്ട് വ്യൂ ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ്. അപ്പോൾ ഐ ഹോപ്പ് യു ഗൈസ് എൻജോയ്ഡ് ദിസ് വീഡിയോ. ഇനി വീണ്ടും കാണുന്നത് വരെ ബൈ ബൈ.